വന്നപ്പോൾ ബെഡിലിരിക്കുന്ന കവറ് കണ്ട് അമ്മു അതെടുത്ത് തുറന്നു നോക്കി. വൈൻ കളർ ഒരു ജോർജറ്റ് സാരിയായിരുന്നു അതിൽ. ഒപ്പം പർപ്പിൾ കളർ സ്റ്റോൺ പതിച്ച നെക്ലേസും അതിൻ്റെ തന്നെ കമ്മലും. അമ്മു അതിലൊന്ന് പുഞ്ചിരിയോടെ തഴുകി. അല്ലു റൂമിലേക്ക് കയറി വന്ന് അവളെ പുഞ്ചിരിയോടെ നോക്കി. അമ്മു സംശയത്തോടെ അല്ലുവിനെ നോക്കി. ചേച്ചി, ഇതൊക്കെ പെട്ടെന്നിട്ട് റെഡി ആയിക്കേ, ഒരു സർപ്രൈസ് ഉണ്ട്. അമ്മു അവളെ കൂർപ്പിച്ചു നോക്കി. മൂന്നും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനല്ലേ ഈ ഗിഫ്റ്റൊക്കെ കൊണ്ടുവച്ചത്? അതെ, അച്ഛനോട് കാത്തിരിപ്പുണ്ട്, വേഗം വാ. അമ്മു അവളെ നോക്കിക്കൊണ്ട് സാരിയും എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി. അല്ലു തന്നെ അവൾക്ക് നെക്ലേസ് അണിയിച്ചു കൊടുത്തു. റൂമിലേക്കാണ് അല്ലു അവരെ കൊണ്ടുപോയത്. അവിടുത്തെ ഡെക്കറേഷൻ കണ്ട് അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു. കാൻഡിൽസിൻ്റെയും റെഡ് റോസിൻ്റെയും ഭംഗി അവിടെ ആകെ നിറഞ്ഞു നിന്നു. അമ്മുവിനെ അവിടെ നിർത്തി അല്ലു തിരിച്ചിറങ്ങി. അച്ചുവും അത്ഭുതത്തോടെ അവിടെ വന്നു. അഴകിൽ മുങ്ങി നിൽക്കുന്ന തൻ്റെ പാതിയെ അവൻ ശ്വാസമെടുക്കാതെ നോക്കി നിന്നു. തിരിഞ്ഞു നോക്കിയ അമ്മു അവനെ ഒന്ന് നോക്കി. വല്ലാത്തൊരു ഭാവം കണ്ണുകളിൽ ആവാഹിച്ചായിരുന്നു അവൻ്റെ നിൽപ്പ്. അച്ചു പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മു പിടച്ചിലോടെ തിരിഞ്ഞു നിന്നു. പുറം കഴുത്തിലായി അവൻ്റെ നിശ്വാസം പതിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. അച്ചു അവളുടെ അരയിലൂടെ കൈകൾ ചുറ്റി അവളുടെ കഴുത്തിൽ മുഖം മുട്ടിച്ചു നിന്നു. അമ്മു, അവൻ ആർദ്രമായി അവളുടെ കാതോരം ഒഴിഞ്ഞു. എത്ര വർഷത്തെ കാത്തിരിപ്പായിരുന്നു അല്ലേ ഈ ഒരു നിമിഷത്തിനു വേണ്ടി. അവൻ്റെ സ്വരം അത്രമേൽ നേർത്തതായിരുന്നു. അമ്മു തിരിഞ്ഞ് അവൻ്റെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് നെറുകയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ അധരങ്ങളിലേക്ക് നീണ്ടു. അനുവാദം ചോദിക്കുന്നത് പോലെ അവൻ അവളെ ഒന്ന് നോക്കി. അമ്മു അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു. പരസ്പരം നിശ്വാസങ്ങളും ഉമ്മിനീരും ഒന്നായി. അവർ അധരങ്ങൾ പരസ്പരം നുണഞ്ഞുകൊണ്ടേയിരുന്നു. ദിശ തെറ്റി അവൻ്റെ കൈവിരലുകൾ അവളുടെ മേനിയിൽ ചിത്രം വരച്ചു. അവൻ്റെ ഓരോ സ്പർശനവും അവളുടെ മേനിയെ തൂവൽ പോലെ ഭാരമില്ലാതെയാക്കി. പൂവിൻ്റെ ഇതളുകൾ അടർന്നു മാറും വിധം അവളിൽ നിന്നും അവനിൽ നിന്നും വസ്ത്രങ്ങൾ അകന്നു മാറി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവൻ്റെ പ്രണയം മുഴുവനായി അവൾ ഏറ്റുവാങ്ങി. അലകളടങ്ങിയ കടൽ പോലെ അവളുടെ ശരീരം നിശ്ചലമായി. കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നക്ഷത്രങ്ങളും നിലാവും നാണം കൊണ്ട് മറഞ്ഞു നിന്നു. ആ രാത്രി അവർക്കുള്ളതായിരുന്നു. അവരുടെ പ്രണയത്തിൻ്റെ പൂർണ്ണതയ്ക്കായി മാത്രം. വെളുപ്പിനെപ്പോഴും അവളുടെ ശരീരത്തിൻ്റെ തണുപ്പറിഞ്ഞവൻ അവൾ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കയറി. ബെഡിൽ കിടത്തി അവളെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി വീണ്ടും ഉറങ്ങിപ്പോയി. സ്ത്രീയുടെ നെഞ്ചിൻ്റെ ചൂടേറ്റ് തച്ചു നല്ല ഉറക്കമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അമ്മുവിന് നടക്കാൻ വലിയ പ്രയാസമായിരുന്നു. അച്ചു അവളെ സങ്കടത്തോടെ നോക്കി. വേദനിച്ചോ ഒത്തിരി? ഇതൊക്കെ സാധാരണയല്ലേ ചേട്ടാ, ഉപ്പിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കോളാം ഞാൻ, സാരമില്ല. അമ്മു അവൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. കുളിച്ചു വന്ന യെല്ലോ കളർ സാരി ഉടുത്ത് നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നവളെ അച്ചു ബെഡിൽ നോക്കിയിരുന്നു. പോയി കുളിക്ക ചേട്ടാ, സമയം കുറയായി, അവനെ നോക്കി അവൾ പറഞ്ഞു. അച്ചു എഴുന്നേറ്റ് വന്ന് അവളുടെ തലയിൽ നിന്നും ടവൽ അഴിച്ചെടുത്തു. അവളുടെ കവളിൽ ഓരോ ഉമ്മയും നൽകിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അമ്മു നാണത്തിൽ കളർന്ന ചിരിയോടെ താഴേക്കിറങ്ങി. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. ഇപ്പോഴാണ് ഈ വീട് പൂർണ്ണമായത്. എത്ര വർഷം ഞാൻ കാത്തിരുന്നു ഇങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾക്കായി. സന്തോഷമായി ചന്ദ്രേട്ട എനിക്ക്. കണ്ണു തുടച്ച് ചിരിയോടെ പറയുന്ന മല്ലികയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് അമ്മു ചുമലിൽ മുഖം ചേർത്ത് വെച്ചു. അല്ലുവും ഇപ്പുറത്തെ വശത്ത് ചേർന്ന് നിന്നു. ആഹാ, അമ്മയും പെൺമക്കളും ഇപ്പോൾ ഒറ്റക്കെട്ട്, നമ്മൾ ഔട്ടായി വെച്ചാ? മോനു കള്ള ഗൗരവത്തോടെ ചന്ദ്രനെ നോക്കി പറഞ്ഞു. കണ്ടറിയണം മോനെ, ഇവിടെ ഇനി ഫെമിനിസം ആയിരിക്കും എല്ലാത്തിനും. ചന്ദ്രൻ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞതും മല്ലിക പുച്ഛിച്ചു നോക്കി. വൃന്ദാവനത്തിൽ കളിചിരികൾ നിറഞ്ഞു നിന്നു. വർഷങ്ങൾക്ക് ശേഷം അവിടെ സന്തോഷവും സമാധാനവും തിരികെ വന്നു. തച്ചുവിനെയും കൊണ്ട് ശ്രീ ചെന്നൈയിലേക്ക് തിരിച്ചുപോയി. അവരുടെ മാത്രം ലോകത്ത്. അമ്മു തിരികെ കമ്പനി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു. അല്ലുവിനെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറാക്കി. അന്നത്തെ പ്രൊജക്റ്റ് അച്ചു വിജയകരമായി പൂർത്തിയാക്കി. കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഇരു കമ്പനികളും മുന്നേറി. അമ്മുവിൻ്റെ കമ്പനി ചന്ദ്രൻ്റെ കമ്പനിയിൽ ലയിപ്പിക്കാൻ ചിലർ സജസ്റ്റ് ചെയ്തെങ്കിലും വിശ്വനാഥൻ്റെ വിയർപ്പാണ് ആ കമ്പനിയെന്നും അത് അങ്ങനെ തന്നെ നിലനിന്നാൽ മതിയെന്നും ചന്ദ്രൻ പറഞ്ഞു. ഒരു ദിവസം ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയ അച്ചുവിൻ്റെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും കോള് വന്നു. കേട്ട വാർത്തയിൽ അവൻ തളർച്ചയോടെ നിന്നുപോയി. അച്ചു ഹോസ്പിറ്റലിലെത്തിയപ്പോൾ പുറത്ത് നഖം കടിച്ചു നിൽക്കുന്ന മനുവിനെ കണ്ട് ആദിയോടെ അടുത്തേക്ക് പോയി. മനു, എന്താണ് രണ്ടാൾക്കും പറ്റിയത്? അറിയില്ലേട്ടാ, ഏട്ടത്തിയെ തലകറക്കം കാരണം കൊണ്ടുവന്നപ്പോൾ കൂടെ വന്ന അല്ലുവിനും ബോധം കിട്ടുവീണു, മനു ടെൻഷനോട് പറഞ്ഞു. മല്ലിക ചെറിയൊരു ചിരിയോടെ ഇരിപ്പുണ്ട്. നീ എന്തിനാ മല്ലി ചിരിക്കുന്നേ?
മക്കളുടെ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ചന്ദ്രൻ അവരെ നെറ്റി ചുളിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ചന്ദ്രേട്ടാ, അവരുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഡോക്ടർ കൂടി പറയട്ടെ, മല്ലിക ചെറു ചിരിയോടെ പറഞ്ഞു. ഒബ്സർവേഷൻ റൂമിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഏട്ടത്തിയും അല്ലുവും? മനു ആകുലതയോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനുള്ള ന്യൂസാണ്. രണ്ടുപേരും ക്യാരിങ് ആണ്. ഏട്ടനും അനിയമ്മയും ഒരേ സമയം അച്ഛന്മാരായെന്ന് ഡോക്ടർ അല്പം കളിയായി പറഞ്ഞു. അച്ചുവും മനുവും പരസ്പരം അത്ഭുതത്തോടെ നോക്കി. സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ 2 ബെഡുകളിലായി തളർച്ചയോടെ കിടക്കുന്ന അല്ലുവിനെയും അമ്മുവിനെയും നോക്കി. അരികിലേക്ക് ഓടിച്ചെന്ന് ആഞ്ഞു പുൽകി തെരുതെരെ ഇരുവരും ചുംബനം കൊണ്ട് മൂടി. സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ കൂടി ചുണ്ടു ചേർത്ത് അച്ചു അവളുടെ വയറിൽ കൂടി ചുണ്ടു ചേർത്ത് അവളെ നോക്കി. പിന്നീട് വൃന്ദാവനത്തിൽ ആഘോഷത്തിന് നാളുകളായിരുന്നു. ഇതിനിടയിൽ ഇരട്ടി മധുരമായി ആ വർഷത്തെ മികച്ച ബിസിനസ് വുമണിനുള്ള അവാർഡ് അമ്മുവിനെ തേടിയെത്തിയിരുന്നു. പുതിയ അതിഥികളുടെ വരവിനുള്ള മുൻപുള്ള ഐശ്വര്യമാണെന്നാണ് മല്ലിക പറഞ്ഞത്. ഒടുക്കം ശ്രീയുടെ ഇടപെടലിൽ അഭി തിരികെ വീട്ടിലെത്തിയിരുന്നു. തച്ചു ഇപ്പോൾ നോർമലാണെന്നറിഞ്ഞ അഭി അവളെ കാണാൻ വന്നപ്പോൾ അനിയെ എന്ന് വിളിച്ച് സ്വീകരിച്ചത് അവൻ അമ്പരപ്പോടെ നോക്കി. ശ്രീയുടെ നെഞ്ചോട് ചേർന്ന് പ്രണയത്തോടെ നോക്കി നിൽക്കുന്നവളെ അവൻ വേദനയോടെ നോക്കി നിന്നു. തച്ചുവിന് ഒരു നിമിഷം പോലും ശ്രീയെ പിരിഞ്ഞു നിൽക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയാണ്. ശ്രീയും അങ്ങനെ തന്നെ. തച്ചുവിനെ അമ്മു ക്രിസ്റ്റൽ ഗ്രൂപ്പ്സിന്റെ CEO ആക്കി. MBA ബിരുദധാരിയായവൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ശ്രീക്ക് പോലും തൃപ്തി നൽകിയില്ല. അവസാനം നാട്ടിൽ തച്ചുവിൻ്റെ ഇഷ്ടപ്രകാരം അമ്മു ഒരു വീട് വാങ്ങി. വൈകുണ്ഠം എന്ന പേര് നൽകി. ശ്രീക്ക് സ്വന്തമായൊരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അച്ചു അവരുടെ ഹോസ്പിറ്റൽ ശ്രീയെ ഏൽപ്പിച്ച് ഒരു ഡോക്ടർ തലപ്പത്ത് വന്നാലേ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പോകൂ എന്നും അച്ചു പറഞ്ഞു. എല്ലാം കൂടി നോക്കാൻ വയ്യെന്ന് തീർത്തു പറഞ്ഞ് അച്ചു ഒഴിഞ്ഞു മാറി. എന്നാൽ ചന്ദ്രൻ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥാവകാശം തച്ചുവിന്റെയും ശ്രീയുടെയും പേരിലേക്ക് മാറ്റിയിരുന്നു. ജയിലിൽ വെച്ച് രവിശങ്കർ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു. വികാസ് ലയയെ ഉപേക്ഷിച്ച് ഒരു ജർമ്മൻകാരിയെ കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽഡായി. ലയ ഇപ്പോൾ കുടിച്ചു കൂത്താടി സ്വത്തുക്കളെല്ലാം നശിപ്പിച്ച് നടപ്പാണ്. ഒടുവിൽ നല്ല ബുദ്ധി തോന്നിയ നിഷ ബാക്കിയുള്ള ബിസിനസ് എല്ലാം നോക്കി നടത്താൻ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. അഭിയുടെയും ശ്രുതിയുടെയും ജീവിതം പിന്നീട് പൊട്ടലും ചീറ്റലുകളുമായി പോകുന്നു. അല്ലുവിൻ്റെ മുത്തശ്ശി മരിച്ചതറിഞ്ഞ് മനു അല്ലുവിനെയും കൊട്ടി തറവാട്ടിലേക്ക് പോയി. അച്ചു കേസ് കൊടുത്തതിനാൽ അവളുടെ കുടുംബസ്വത്തായ തറവാടും പാടവും അല്ലുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവളുടെ അമ്മായി ഏൽപ്പിച്ചിരുന്നു. മുത്തശ്ശിയുടെ മരണം വരെ മാത്രമേ തറവാട്ടിൽ തുടരാൻ അധികാരമുള്ളൂ എന്ന് അവൻ അവരെ ഓർമ്മിപ്പിച്ചു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ അല്ലുവിനെ തിരികെ കൊണ്ടുവന്നിരുന്നു. ഗർഭിണിയായ അവളെ അവിടെ നിർത്തേണ്ടെന്ന് മല്ലിക ഓർമ്മപ്പെടുത്തിയാണ് വിട്ടത്. പിന്നീട് ഗർഭകാലത്തിന്റെ അസ്വസ്ഥതകൾ ഇരുവരിലും കണ്ടു തുടങ്ങി. ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഹോർമോൺ ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ വേറെയും. തച്ചു മെഡിസിൻ തുടരുന്നതുകൊണ്ട് തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. വിഷമിച്ചിരിക്കുന്നവളെ നമുക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ശ്രീ ചേർത്ത് പിടിക്കും. 7-ാം മാസത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് അമ്മുവിനെയും അല്ലുവിനെയും മല്ലിക താഴത്തെ മുറിയിലാക്കിയിരുന്നു. 2 പേർക്കും ഒരു മുറിയായിരുന്നു ഒരുക്കിയത്. 2 വലിയ കിങ് സൈഡ് ബെഡ് പിടിച്ചിട്ട് മല്ലിക അവരുടെ നടുക്ക് കിടക്കും. മല്ലികയെ കെട്ടിപ്പിടിച്ചാണ് 2 ആളും ഉറക്കം. വയറുള്ളതിനാൽ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കിടക്കാൻ മല്ലിക എപ്പോഴും പറയും. ഇടയ്ക്ക് മല്ലികയുടെ കണ്ണു വെട്ടിച്ച് അച്ചുവും മനുവും റൂമിൽ കയറി മക്കളോടും ഭാര്യമാരോടും പുന്നാരം പറഞ്ഞിരിക്കും. അമ്മുവിന് നേരത്തെ ഡേറ്റ് പറഞ്ഞിരുന്നതിനാൽ അപ്പോഴേ അഡ്മിറ്റ് ചെയ്തിരുന്നു. അല്ലുവിന് പിന്നെയും ഒരാഴ്ച സമയമുണ്ടായിരുന്നു. സമയമാകുന്തോറും അവളിൽ ചെറിയ തോതിൽ ഉൾഭയം തോന്നി. എങ്കിലും അച്ചു അവൾക്ക് ധൈര്യം നൽകി കൂടെ ഉണ്ടായിരുന്നു. അമ്മുവിനെ കൊണ്ടുപോയത് മുതൽ ടെൻഷൻ അടിച്ചു നടന്ന അല്ലുവിനും പെയിൻ തോന്നി തുടങ്ങിയിരുന്നു. അവസാനം പ്രസവത്തിലും ഒത്തൊരുമ കാണിച്ചതിനാൽ 2 ആളും ഒരുമിച്ച് പ്രസവിച്ചു. 2 പേർക്കും പെൺകുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. ഭൂരിപക്ഷം കൂടിയല്ലോ അച്ഛാ എന്ന് മനു പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചിരിയോടെ മല്ലികയെ നോക്കി. മല്ലിക കെറുവോടെ കുഞ്ഞുമണികളെ നോക്കി. തച്ചുവായിരുന്നു പിന്നെ 2 ആളുടെയും ഹോം നേഴ്സ്. അമ്മു അവളെ വിരട്ടി. കമ്പനിക്കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണമെന്നായിരുന്നു അവളുടെ ഉപദേശം. മനു കൂടി തച്ചുവിനെ സഹായിക്കാനുണ്ടായിരുന്നു. നൂലുകെട്ടും ഒരുമിച്ചായിരുന്നു. അച്ചു കുഞ്ഞിപ്പെണ്ണിന് നിഹാരിക എന്ന പേര് ചൊല്ലി വിളിച്ചു. മനു അവൻ്റെ കുഞ്ഞിപ്പെണ്ണിന് അഹാന എന്നും പേരിട്ടു. വൃന്ദാവനം ഇപ്പോഴാണ് പൂർണ്ണമായത്. ജനിച്ചപ്പോൾ തന്നെ ദൈവം പരസ്പരം ചേർത്ത് വെച്ച അമ്മുവും അച്ചുവും വിധി കൂട്ടിമുട്ടിച്ച അല്ലുവും മനുവും അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കട്ടെ. മാനത്തൊരു കുഞ്ഞു താരകം തച്ചുവിനായി പിറന്ന് കണ്ണു ചിമ്മി.